ഞാനും തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക, മുരിങ്ങക്ക, മാങ്ങ ഇത് വെച്ചൊരു കറിയാണ്. അതിനകത്ത് ഞാൻ 2 മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളരിക്ക, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി അതിൽ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് 2 കഷ്ണം ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരാം. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചെറിയ മുറി തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി 2 കഷ്ണം ഉള്ളി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയ പുളിയുള്ള മാങ്ങ നോക്കി ചെറുതാണ് എടുത്തേക്കണ അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മാങ്ങ വേകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാങ്ങയും വെള്ളരിക്ക, മുരിങ്ങയ്ക്ക ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് നല്ലോണം തിളക്കട്ടെ. നമ്മുടെ കറി നല്ലോണം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാനായിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉലുവയും മുളകും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പില വഴി ഇളക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് വറുത്ത് നമ്മൾ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഒരു 5-10 മിനിറ്റോളം നമുക്കിത് അടച്ച് വയ്ക്കാം. ഇങ്ങനെ തന്നെ നല്ല വെള്ളരിക്കക്കറി റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം എല്ലാവരും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.